ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് ജോലി കുറവുണ്ടായിട്ടോ. കാരണം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ടായി. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫുഡ് നമുക്ക് കൊണ്ടുപോയി തന്നതാട്ടോ, ബാലൻസ് വന്നത്. അപ്പോൾ അതിൽ പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ടയാണ്. അപ്പോൾ നമുക്കത് ചൂടാക്കി എടുക്കണേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ കല്ലയിലിട്ട് പൊറോട്ട ചൂടാക്കിയിട്ട് വീണ്ടും ഒന്നും കൂടി അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് ഇപ്പം ഉണ്ടാക്കിയ പോലെ തന്നെ ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റും കേട്ടോ. അത്ര ടേസ്റ്റ് ഉണ്ടായി അത് ചൂടാക്കിയപ്പോൾ. നല്ല പൊറോട്ടയായിരുന്നു. പിന്നെ അതിന് കോമ്പിനേഷനായിട്ട് ഞാൻ ഉണ്ടാക്കിയത് മുട്ടക്കറിയാണ്. അപ്പോൾ മുട്ടയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കുക്കറിലിട്ടിട്ട് അടിയിൽ തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ, മുകളിൽ സവാള, അങ്ങനെ ഏറ്റവും മുകളിൽ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു വിസിലടിച്ചെടുത്തു കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിലടിച്ചെടുത്തു. അപ്പോൾ നമുക്കിത് വഴറ്റണ ജോലി എളുപ്പമായിട്ട് കിട്ടും. അങ്ങനെ പിന്നെ ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വേപ്പിലയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഈ വഴറ്റിയ സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും എണ്ണയിലിട്ട് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റിയിട്ട് അതിലേക്ക് മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി ആവശ്യത്തിന് വെള്ളം കൂടി, നമുക്ക് എത്രയാണ് ചാറ് കുറുകാൻ ആവശ്യം അത്രയും വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാം. അത് തിളച്ച് കഴിയുമ്പോൾ ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഈസി ടേസ്റ്റി മുട്ടക്കറി കേട്ടോ. പൊറോട്ടയ്ക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് ഇങ്ങനത്തെ മുട്ടക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ. അങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പൊറോട്ടയും മുട്ടക്കറിയൊക്കെ ആയിരുന്നു കോമ്പിനേഷൻ. ഇത് തന്നെ മുട്ടക്കറി നമുക്ക് കുക്കറിലും ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ പൊടികളെല്ലാം പിന്നെ കുക്കറിൽ തന്നെ ചെയ്തെടുത്താൽ, ഞാനിതിന് മുമ്പ് കുക്കറിൽ മുട്ടക്കറി എന്നും പറഞ്ഞിട്ടിട്ടുണ്ട്. ആ സെയിം മുട്ടക്കറി തന്നെയാണ്. അതിപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കുക്കറിൽ തന്നെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ മുട്ടക്കറി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടമാവും. പിന്നെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് കുറച്ച് ക്ലീനിങ്ങിൻ്റെ പരിപാടികൾക്ക് ഇറങ്ങിയേക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കിച്ചൺ ഇങ്ങനെ ഓപ്പൺ കിച്ചണാട്ടോ, ഇങ്ങനെ കബോർഡ് വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ തുറസ്സായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിഭാഗമാട്ടോ ഈ ടൈലിൻ്റെ, നമ്മുടെ തിണ്ണയുടെ അടിയിലുള്ള തട്ടുകളാണ് ഇതൊക്കെ. അപ്പോൾ അവിടെയാണ് ഇന്ന് ക്ലീൻ ചെയ്യുന്നത്. ഈ മഴയൊക്കെ ആയിട്ട് നല്ല ഈർപ്പമുണ്ട്, പൊടിയുണ്ട്, അങ്ങനെ മൊത്തത്തിൽ ആകെ ഒരു വഷളായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ മാറാലയൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ അതൊക്കെ ചൂലിന് തട്ടിയെടുത്തിട്ട് ആ പൊടിയൊക്കെ അങ്ങോട്ട് അടിച്ചു വാരി എടുക്കുക കേട്ടോ. ഇവിടെയാണെങ്കിൽ ഈ താഴെ ഈ ഈർപ്പത്തിൻ്റെ അവിടെയൊക്കെ ഈ ഉറുമ്പുകൾ ഇങ്ങനെ കുത്തി തുളച്ചിട്ട് നിറയെ ഉറുമ്പ് ചാലിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് ആ ഏരിയയിലൊക്കെ ഒന്ന് മണ്ണെണ്ണ തൂവി കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ 2 ദിവസത്തേക്കൊക്കെ ഒരു കുറവുണ്ടാവും, പിന്നെ ഉറുമ്പുകൾ വരും കേട്ടോ. പിന്നെ ഇതാണെങ്കിൽ ഇവിടെ ഒരു മേശയുണ്ട് അടുക്കളയിൽ. ആ മേശയുടെ അടിയിലെ തട്ടാണ്. അപ്പോൾ 2 തട്ടായിട്ടുള്ള മേശ കേട്ടോ. അതെൻ്റെ ഹസ്ബൻഡ് തന്നെ ഉണ്ടാക്കി തന്നതാണ് എനിക്ക്. അപ്പോൾ അതിൻ്റെ അടിയും ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ എൻ്റെ ക്ലീനിങ് ലോഷനുകളൊക്കെ ഞാൻ ഈ ഒരു മൂലയിലേക്ക് ഒതുക്കി അവിടെ ആട്ടോ വയ്ക്കാറ്. പിന്നെ നമുക്ക് ചില സമയങ്ങളിൽ എപ്പോഴും ഈ ഐസ്ക്രീമിൻ്റെ പാത്രങ്ങൾ, വെള്ളം കുപ്പികൾ ഒക്കെ ചില സമയത്ത് നമുക്ക് നോക്കുമ്പോൾ ഇതൊക്കെ വേസ്റ്റായിട്ട് ഇങ്ങനെ അടുക്കള കിടന്ന് തടയും. എന്നാൽ ചില സമയത്ത് എത്ര നോക്കിയാലും ഇത് ഒരെണ്ണം പോലും നമുക്ക് കിട്ടിയില്ല. അത്യാവശ്യത്തിന് നമുക്കിത് നോക്കുമ്പോൾ കാണില്ല. ചില സമയത്ത് ഇത് അത്യാവശ്യമായിട്ട് തോന്നുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഞാനിങ്ങനെ ഒരു ഫ്രൂട്ടിൻ്റെ പെട്ടിയാണത്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് വെച്ചേക്കാം. അപ്പോൾ പെട്ടെന്ന് നോക്കിയാൽ കാണുകയും ചെയ്യും. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനത്തെ കുപ്പികളും ഈ പാത്രങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ ഞാൻ വലിയ കാർഡ്ബോർഡ് ബോക്സിലോ അല്ലെങ്കിൽ വലിയ കവറിലൊക്കെ ആക്കി മാറ്റി വയ്ക്കും കേട്ടോ. എന്നിട്ട് എവിടെ വെച്ചെന്ന് ഞാൻ തന്നെ മറന്നു പോകും. എന്നിട്ട് ഞാൻ തന്നെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കും. അപ്പോൾ ആവശ്യത്തിന് എനിക്ക് അതൊട്ട് കിട്ടാറുമില്ല. ആവശ്യം കഴിയുമ്പോൾ ഇത് തടയാനായിട്ട് എൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ദേഷ്യം വരും. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി കളഞ്ഞിട്ട് കുറച്ച് മാത്രം എനിക്ക് കാണാൻ പാകത്തിന് ഇവിടെ വെച്ചതാണ്. പിന്നെ ഒരു ബോക്സിൽ നമ്മുടെ കിച്ചൺ ടവലുകൾ, ഈ പഴയ കോട്ടൺ നൈറ്റി ഐറ്റംസ് അതൊക്കെ വെച്ചിട്ടുണ്ട്. ബനിയൻ ടൈപ്പ് ക്ലോത്തൊക്കെ പെട്ടെന്ന് കുറച്ച് വെള്ളം വീണാൽ തുടയ്ക്കാനോ നമുക്കൊന്ന് ചൂടുള്ള സാധനങ്ങളൊക്കെ ഇറക്കി വയ്ക്കാനൊക്കെ ഞാനത് എടുക്കാറുണ്ട്. അങ്ങനെ അതൊക്കെ അടിയിൽ സെറ്റ് ചെയ്തു. പിന്നെ കുറേ നേരം ഇങ്ങനെ ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര, ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങി കഴിയുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് പല പല കാര്യങ്ങൾ കയറി വരും കേട്ടോ. അങ്ങനെ ചെയ്ത് ഇങ്ങനെ ടയേർഡാവും, സമയം പോണതും അറിയില്ല. പിന്നെ എനിക്ക് മടുക്കും. എനിക്ക് അങ്ങനത്തെയൊക്കെ ഒരു ശീലമുണ്ട് കേട്ടോ. അപ്പോൾ മടുക്കുമ്പോൾ ഞാൻ അവിടെ വെച്ച് നിർത്തും. പിന്നെ ബാക്കി പിന്നെ ചെയ്യാമല്ലോ എന്ന് വിചാരിക്കും. ഇങ്ങനെ പറ്റാണ്ട് പിന്നെ ഇങ്ങനെ ചെയ്യണം എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് അവിടെ ഒതുക്കി വെച്ചിട്ട് ഞാൻ പിന്നെ
ഉച്ചയ്ക്കത്തെ കറികളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറികളാണ് ഉണ്ടാക്കിയത്. കായ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി, പപ്പടവും വറുത്ത്, നമ്മുടെ പരിപ്പ് കുത്തി കാച്ചിയതായിരുന്നു ഉണ്ടാക്കിയത്. അതാകുമ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും, ടേസ്റ്റോടുകൂടി കഴിക്കാനും പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ വൈകിട്ട് മധുരക്കിഴങ്ങ് ഉണ്ടായിട്ടോ, അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മധുരക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ചായയും കൂടി കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, മധുരക്കിഴങ്ങും വേവായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചായ കുടിയും അങ്ങനെ വിശേഷങ്ങൾ അതൊക്കെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.